നമസ്കാരം. അമേരിക്കയിൽ നടന്നത് വൻ ഭീകരാക്രമണമാണ്. ആയുധങ്ങളുമായി എത്തിയ ഭീകരർ അമേരിക്കയിലെ വാഷിംഗ്ടണിൽ ജൂത മ്യൂസിയത്തിൽ വെടിവെപ്പ് നടത്തുകയായിരുന്നു. അനാവശ്യമായി മറ്റുള്ള രാജ്യങ്ങളിൽ ചെന്ന് തലയിടുന്നതിന് പകരം സ്വന്തം രാജ്യത്തിന്റെ സുരക്ഷ അമേരിക്കൻ പ്രസിഡന്റിന് നോക്കാമായിരുന്നു. അങ്ങനെ നോക്കിയിരുന്നെങ്കിൽ ഇന്നലെ അമേരിക്കയിൽ ഒരു വെടിവെപ്പ് നടന്ന് ഒരുപാട് പേരുടെ ജീവൻ നഷ്ടമാവുകയും ഒരുപാട് പേർക്ക് പരിക്ക് ഏൽക്കില്ലായിരുന്നു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം നടക്കുമ്പോൾ അവിടെ ചെന്ന് തലയിട്ട് ക്രെഡിറ്റ് വാങ്ങിച്ച് നോബൽ പുരസ്കാരമൊക്കെ, സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരമൊക്കെ വാങ്ങിച്ചു കൂട്ടാൻ ട്രംപിന്റെ ഈ ഒരു പണി തന്നെ ഭീകരർ തന്നെ തിരിച്ച് അമേരിക്കയ്ക്ക് ഇട്ട് പൊട്ടിച്ചു. മറ്റുള്ള രാജ്യങ്ങളിൽ ചെന്ന് തലയിട്ട് മറ്റുള്ള രാജ്യങ്ങളുടെ സ്വകാര്യ കാര്യത്തിൽ ഇടപെടുന്നതിന് പകരം സ്വന്തം രാജ്യത്ത് അവരുടെ സുരക്ഷ ഒന്ന് നോക്കാമായിരുന്നു. അമേരിക്കയിലേക്ക് ഒരു തീവ്രവാദി പോലും വരില്ല, ആരും ആക്രമിക്കില്ല എന്ന് ബീമ്പ് മുഴക്കിക്കൊണ്ടിരുന്ന ട്രംപിനാണ് തീവ്രവാദികൾ തന്നെ അമേരിക്കയിലെ ഏറ്റവും പ്രസിദ്ധമായ വാഷിംഗ്ടണിലിട്ട് തന്നെ ഒരു ബോംബ് അങ്ങ് പൊട്ടിച്ചത്. വെടിവെപ്പിൽ 2 ഇസ്രായേൽ എംബസി ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടിരിക്കുകയാണ്. മ്യൂസിയത്തിൽ നിന്നും ഇരുവരും പുറത്തേക്ക് ഇറങ്ങുന്നതിനിടെയാണ് വെടിവെപ്പുണ്ടായത്. ക്ലോസ് റേഞ്ചിലായിരുന്നു വെടിവെപ്പ് നടന്നത്. എംബസി ഉദ്യോഗസ്ഥരെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് കൊലയാളി എത്തിയതെന്നാണ് വിവരം. ടൂറിസ്റ്റ് സൈറ്റുകൾ, മ്യൂസിയങ്ങൾ, സർക്കാർ കെട്ടിടങ്ങൾ അടക്കമുള്ള പ്രദേശത്തായിരുന്നു വെടിവെപ്പുണ്ടായത്. സംഭവത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അനുശോചനം അറിയിച്ചിട്ടുണ്ട്. ജൂതവിരുദ്ധ അവസാനിപ്പിക്കണമെന്നും വെറുപ്പിനും ഭീകരതയ്ക്കും US-ൽ സ്ഥാനമില്ല എന്നും ട്രംപ് പറഞ്ഞു. ജൂതർക്കെതിരെയുള്ള ഭീകരവാദ പ്രവർത്തനമെന്നാണ് വെടിവെപ്പിനെ ഐക്യരാഷ്ട്രസഭയുടെ ഇസ്രയേലി പ്രതിനിധി വിശേഷിപ്പിച്ചത്. US പോലീസിൽ എല്ലാ വിശ്വാസവും ഉണ്ടെന്നും US-ലെ ജൂവിഷ് വംശജർക്ക് സംരക്ഷണം ഒരുക്കുമെന്നും ഇസ്രയേൽ എംബസി വക്താവ് പറഞ്ഞു. നീല ജീൻസും നീല ജാക്കറ്റുമാണ് ആക്രമി ധരിച്ചിരുന്നതെന്നാണ് സൂചന. ഇയാൾ പൊടുന്നതിനെ മ്യൂസിയത്തിലെത്തി വെടിയുതിർക്കുകയായിരുന്നു. അടുത്തിടെ ഭീഷണികൾ ഉയർന്നതിന്റെ പശ്ചാത്തലത്തിൽ മ്യൂസിയത്തിന് കർശനമായ സുരക്ഷ നൽകാൻ തീരുമാനമുണ്ടായിരുന്നു. സംഭവത്തെ തുടർന്ന് രാജ്യത്തെ ജൂത ആരാധനകൾക്കും അതോടൊപ്പം തന്നെ മ്യൂസിയങ്ങൾക്കും സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ജൂതവിരുദ്ധമെന്ന് ആരോപിക്കപ്പെടുന്ന ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. US-ലെ ഇസ്രയേലി അംബാസിഡർ എജിൽ ലിറ്റർ പറയുന്നതനുസരിച്ച് കൊല്ലപ്പെട്ട 2 ഇരകളും വിവാഹ നിശ്ചയം നടത്താൻ പോകുന്ന ഒരു യുവ ദമ്പതികളായിരുന്നു. കസ്റ്റഡിയിലെടുക്കുമ്പോൾ പ്രതി സ്വതന്ത്ര പലസ്തീൻ എന്ന മുദ്രാവാക്യം മുഴക്കിയതായി DC പോലീസ് പറയുന്നുണ്ട്. മ്യൂസിയത്തിന് സമീപം സ്ഥിതി ചെയ്യുന്ന FBI-യുടെ വാഷിംഗ്ടൺ ഫീൽഡ് ഓഫീസിന് എതിർവശത്ത് നടന്ന വെടിവെപ്പിനെ കുറിച്ച് അധികൃതർ ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വെടിവെപ്പിനെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവരുന്നത് ഇലിനോയ്സിലെ ഷിക്കാഗോയിൽ നിന്നുമുള്ള 30 വയസ്സുള്ള ഏലിയാസ് റോഡ്രിഗറ്റ് എന്ന പ്രതി സംഭവത്തിന് നിമിഷങ്ങൾക്ക് മുമ്പ് മ്യൂസിയത്തിന് പുറത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നതായി ദൃക്സാക്ഷികൾ പറയുന്നുണ്ട്. ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ ചെന്ന് പെട്ടെന്ന് ഇയാൾ വെടിയുയർത്തുകയായിരുന്നു. വെടിവെപ്പിന് ശേഷം മ്യൂസിയത്തിന് ഉള്ളിൽ പ്രവേശിച്ച് കൂടുതൽ ആളുകൾക്ക് നേരെ വെടിയുതിർത്താൻ ശ്രമിച്ചുവെങ്കിലും സുരക്ഷാ ഉദ്യോഗസ്ഥർ കീഴ്പ്പെടുത്തി. പിന്നീട് റോഡ്രിഗസിനെ കൈകൾ ബന്ധിക്കുകയും അതോടൊപ്പം തന്നെ ഉപേക്ഷിക്കപ്പെട്ട ഒരു ആയുധം അധികൃതർ തെളിവായിട്ട് കണ്ടെടുക്കുകയും ചെയ്തു. സംഭവത്തിൽ ഇസ്രായേൽ എംബസി അഗാധമായ ദുഃഖം രേഖപ്പെടുത്തിയിട്ടുണ്ട്. യാരോണും സാറയും ജീവിതത്തിന്റെ പ്രാരംഭഘട്ടത്തിലായിരുന്നുവെന്നും അടുത്ത ആഴ്ച വിവാഹ നിശ്ചയം നടത്താൻ പോവുകയായിരുന്നുവെന്നാണ് എംബസി ഉദ്യോഗസ്ഥർ പറഞ്ഞത്. വെടിവെപ്പിന് ഒരു ഭീകരാക്രമണമെന്ന് എംബസി ഔദ്യോഗിക പ്രസ്താവനയിൽ വിശേഷിപ്പിക്കുകയും സഹപ്രവർത്തകരെ നഷ്ടപ്പെട്ടതിൽ ദുഃഖം പങ്കുവെക്കുകയും ചെയ്തു. കൂടാതെ അമേരിക്ക ഔദ്യോഗികമായ ഒരു അന്വേഷണം, അതായത് ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷന്റെ ഒരു അന്വേഷണവും നടത്തുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ്.